ഹലോ, നമസ്കാരം. ഞാൻ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് അത് സംസാരിക്കാൻ, ഭയങ്കര സന്തോഷമാണ്. അതിലങ്ങനെ മടി വിചാരിക്കുക അല്ലെങ്കിൽ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് മേ ബി റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും ഞാൻ പറയുമ്പോൾ. അതായത് പണ്ട് 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 അതായത് ഇപ്പൊ എനിക്ക് 31 വയസ്സായി. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മുഖത്ത് പലതരത്തിലുള്ള ഒരുപാട് ക്രീമുകൾ തേച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഗ്ലോ വരാൻ വേണ്ടിയിട്ട്. അന്ന് വെളുപ്പ് എന്നുള്ള ഉദ്ദേശമൊന്നുമല്ല, ഗ്ലോ വരണം. എന്തൊക്കെയോ മുഖത്ത് പുരട്ടിയിട്ടുണ്ട് എന്നൊക്കെ അങ്ങോട്ട് എന്താ പറയുക, അങ്ങനെ കാണിക്കണം. അതൊക്കെയാണല്ലോ വലിയ കാര്യം, വലിയ പ്രോസസ്സായിരുന്നു. രാവിലെ എണീക്കും, കാര്യമായിട്ട് നല്ല കുളി കുളിക്കും. അതിനുശേഷം കണ്ണാടിന്റെ മുമ്പിൽ വന്നിട്ടൊരു നിൽക്കലാണ്. പിന്നെ മുട്ടിയൊക്കെ റെഡിയാക്കുന്നു. മുഖത്തിരുന്ന് ഓരോ ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്നു. സ്കൂളില് പോണ്ടേ? പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, അവരുടെ മുമ്പിലൊക്കെ ഒന്ന് ഷൈൻ ചെയ്യണം. ഒന്ന് കലക്കണം അവിടെ ചെന്നിട്ട്. ഇതൊക്കെയാണ് മെയിൻ ഉദ്ദേശം. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വേറെയും കുറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ കാലം. ഇപ്പൊ ഈ ക്രീമുകളൊക്കെ വാങ്ങുന്ന സമയത്തേ ഈ പല കടകളിൽ കയറിയിട്ട് വാങ്ങുന്ന പരിപാടിയും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ വേറെ കൂട്ടുകാർ ഓരോന്ന് ഉപയോഗിച്ചു, നീ ഉപയോഗിച്ച് നോക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളും അത് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കും. ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിയപ്പോ എന്തുണ്ടാണ് ഉണ്ടായത്? ഗ്ലോ ഇല്ല, ഒരു പിടുങ്ങവും ഇല്ല. മുഖത്ത് കുറെ കുരു വന്നു. കുരു വന്നപ്പോ അപ്പോഴും വിട്ടില്ല. അപ്പോഴും ചിന്തിക്കുന്ന എന്താണ്, കുരു, ഇനിയിപ്പൊ അത് മാറ്റാൻ വല്ല ക്രീം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വേറെ എന്തൊക്കെയോ വാങ്ങിയിട്ട് പരട്ടി. അവസാനമുള്ള കുരു അങ്ങോട്ട് കൂടി, മുഖത്ത് നിറച്ച് കുരുവായി. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ അടുത്ത് അന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. നിന്റെ മുഖത്ത് നിന്റെ ഗേൾ ഫ്രണ്ട്, അതായത് ഇപ്പോഴത്തെ എൻ്റെ എക്സ്, അന്ന് ഗേൾ ഫ്രണ്ട്, അവൾ എങ്ങനെ നിന്റെ മുഖത്ത് എവിടെ ഉമ്മ വെക്കും, അതിന് സ്ഥലമില്ലല്ലോ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എൻ്റെ മുഖത്ത് എന്തോരം കുരു വന്നു എന്ന്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ക്രീം പിണ്ണാക്കെന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ ഒന്നും നിങ്ങൾ പോവരുത്. നിങ്ങൾക്ക് ഗുണം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറെ ആഫ്റ്റർ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ പണ്ടൊക്കെ പരസ്യമായിരുന്നു കാര്യമായിട്ട് ടി വിയിലൊക്കെ. അത് കണ്ട് പലരും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വാങ്ങുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിറഞ്ഞു നിൽക്കുന്നത്. എന്തോരം ആൾക്കാരാണ് ഓരോ ബ്യൂട്ടി പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്. ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കി, ഇത് നിങ്ങൾ ഉപയോഗിക്കും, മറ്റത് വൈറ്റനിങ് ആണോ, ഗ്ലോ കിട്ടും, എക്സ്ട്രാ ഗ്ലോ ആണ് എന്ന് പറഞ്ഞിട്ട് എന്തടിസ്ഥാനത്തിലാണ്, എന്ത് നോളേജിന്റെ പുറത്താണ്? നമ്മുടെ സ്കിന്നിന് നമ്മൾ കുറച്ച് റെസ്പെക്ട് കൊടുക്കണം. ആക്ച്വലി ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ വി കനോട്ട് സ്റ്റോപ്പ് ദം, ബിക്കോസ് ലീഗലി അതൊക്കെ വല്ല പ്രശ്നമുള്ളതാണോ അല്ലെങ്കിൽ ലീഗലി അത് ബാൻഡ് ആണോ എന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ അവര് ലീഗലായിട്ടാണ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിനുള്ള ലീഗലി പ്രശ്നങ്ങളില്ലെങ്കിൽ അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നുള്ളതാണല്ലോ അർത്ഥം. അതായത് അവര് അങ്ങനത്തെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ അവർ ചെയ്യുന്നതിന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവർ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രൊമോഷനാണ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ബ്രാൻഡുകൾ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ ഇത് എന്താണ് പ്രൊമോട്ട് ചെയ്യേ, നിങ്ങൾ ഉപയോഗിക്കുക, ഇത്ര പൈസ തരാന്ന് പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഉപയോഗിച്ച് നോക്കും, ചിലപ്പോൾ ഉപയോഗിച്ച് നോക്കില്ല. അവർ ഈ സാധനം കാശ് അവർക്ക് കിട്ടുന്നുണ്ടെന്നേ, നല്ല കാശ് കിട്ടിയിട്ടാണ് ഇവരത്തൊക്കെ പ്രൊമോട്ട് ചെയ്യണത്. അപ്പൊ ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവം പിടിച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവര് പറഞ്ഞിട്ട് അത് പോയിട്ട് അങ്ങോട്ട് വാങ്ങും. പല ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാം, ലിങ്ക് താ, എവിടുന്ന് കിട്ടും, എവിടുന്ന് കിട്ടും, എവിടുന്ന് കിട്ടും, എവിടുന്ന് കിട്ടും. ഭയങ്കര ഭയങ്കര ക്യൂരിയോസിറ്റിയാ. സി, നിങ്ങൾ മനസ്സിലാക്കണുണ്ടല്ലോ, ഇവിടെ നമ്മുടെ നാട്ടില് ഒരുപാട് ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ വെളുപ്പ് കറുപ്പ് അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ആളുകളെയും കൂടിയും ഫോക്കസ് ചെയ്തിട്ടൊക്കെയാണ് പലതരത്തിലുള്ള ക്രീമുകളും ഇവിടെ ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഇവിടെ ആൾക്കാർ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അവര് കാശ് വാങ്ങിയിട്ട് ഓരോന്ന് ചെയ്യും, അവരതും മേടിച്ചിട്ട് അങ്ങോട്ട് പോകും. നിങ്ങൾ അവരുടെ പ്രൊമോഷൻ, നമ്മുടെ ചേച്ചി, നമ്മൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാനിവിടെ ഈ മെൻഷൻ ചെയ്ത് ഈ പർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന വേറെയും ഒരുപാട് ടീമുകൾ ആക്ച്വലി ഉണ്ട്. ഞാൻ എല്ലാവരെയും ചേർത്തിട്ടാണ് പറയണേ. ഇപ്പൊ കറന്റ്ലി ഇവര് എയറിലാണ്. ഇവരെന്തോ മുഖത്തെന്തോ പാട് വന്ന സമയത്ത് ഇവര് ക്ലിനിക്കിലേക്കാണ് ആക്ച്വലി പോയത്, മനസ്സിലായ?
അപ്പോ എന്താണ് ഇപ്പൊ ഇവര് ഇതിന്റെ ഈ ഒരു വിഷയത്തിൽ ഏറെ കിടന്ന് കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പൊ സംസാരിക്കുന്നത്. അതിനർത്ഥം ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ സുഖമായി പോകണം അങ്ങനെയല്ല, അവരൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇത് എന്താണ് സ്കിന്നിനെ ബഹുമാനിക്കുക, അവനവന്റെ സ്കിന്നിനെ ബഹുമാനിക്കുക. ചിലപ്പോ ഇവർക്കൊക്കെ ചെയ്തിട്ട് സ്കിന്നിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അവർക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് വിചാരിച്ച് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. ഈ ടേസ്റ്റ് ബഡ്സ് അതേപോലെ തന്നെ സിനിമ ആസ്വാദനം എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായിരിക്കും ആളുകളിൽ, മനസ്സിലായോ? അപ്പൊ ഈ സ്കിന്നിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡ് എഫക്ട് വരുമായിരിക്കും. നിങ്ങളുടെ എന്താണ് സ്കിന്നിന് ഒരു തരത്തിലും സ്യൂട്ട് ആവുന്ന ഒരു സംഗതി ആയിരിക്കില്ല, പക്ഷെ മറ്റൊരാൾക്ക് സ്യൂട്ട് ആവുന്ന ഒരു സംഗതി ആയിരിക്കും. അപ്പൊ മറ്റൊരാൾക്ക് സ്യൂട്ട് ആവുന്നു എന്ന് കണ്ടിട്ട് എനിക്കും സ്യൂട്ട് ആവുമെന്ന് വിചാരിച്ചിട്ട് വാരിയിട്ട് ഇത് പൊത്താൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ചിലപ്പോൾ തോല് പോകുന്ന വിഷയം വരും, മുഖം കൂടുതൽ ഡ്രൈ ആവുന്ന സിറ്റുവേഷൻ വരും, വെളുക്കാൻ തേച്ചത് വേണ്ടായി എന്ന് പറയുന്ന സിറ്റുവേഷൻ ഒക്കെ വരുന്ന അതായിരിക്കും, മനസ്സിലായ? അപ്പൊ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വേറെ കാശ് ചെലവാക്കിയിട്ട് നടക്കേണ്ടി വരും. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പലരും ഇൻസെക്യൂർഡാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ നിങ്ങൾ ഫേസിൽ പരമാവധി ഒരു പിണ്ണാക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എനിക്കിവിടെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളോടല്ല പറയാനുള്ളത്, അവര് ചെയ്തോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം, ചെയ്യട്ടെ. പക്ഷെ ഇത് കാണുന്ന ആൾക്കാർ കുറച്ച് കോമൺ സെൻസോട് കൂടിയിട്ടൊന്ന് ചിന്തിക്കുക. ഒരു നോളേജ് നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങളുടെ സ്കിന്നിനെ കുറിച്ചിട്ട്. ഓയിലി സ്കിന്നാണോ, ഡ്രൈ സ്കിന്നാണോ, എത്രത്തോളം സെൻസിറ്റീവ് ആണ്, എൻ്റെ സ്കിന്നിന് യഥാർത്ഥത്തിൽ എന്താണ് ആവശ്യം, എന്താണ് നീഡ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ ഫേസിലേക്ക് നിങ്ങൾ എന്ത് സാധനവും അപ്ലൈ ചെയ്യാൻ. അല്ലാതെ എവിടുന്നെങ്കിലും ആരെങ്കിലും എവിടെയൊക്കെ ഇരുന്നിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് എന്തൊക്കെയോ ആയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇരുന്നിട്ട് ഇത് വാങ്ങി പരട്ടാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി. ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ മുഖത്ത് അനാവശ്യമായിട്ട് കുരു വരുന്നുണ്ടോ, പാട് വരുന്നുണ്ടോ, നിങ്ങൾക്ക് ടാൻ അടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടോ? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കടയിൽ പോയിട്ട് ഇതിനുള്ള ക്രീമുകൾ വാങ്ങുക പിടിക്കുക എന്നുള്ള പരിപാടി അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നേരെ ഡോക്ടറെ കാണും. ഡോക്ടർ എന്താണ് അവിടെ മറ്റേ എന്താണ് ഈച്ചയാട്ടിയിട്ട് മേപ്പെട്ടം നോക്കിയിട്ട് ഇരിക്കുകയല്ല. ദർ ഡോക്ടേഴ്സ് ഉണ്ട്, ഡെർമറ്റോളജിസ്റ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ ജനറൽ ഫിസിഷ്യൻസ് ഉണ്ട്, സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട്. നിങ്ങൾ അതിനെ പോയി കാണുക. അവര് ഡോക്ടേഴ്സാ. അവര് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിന്നിന് എന്താ പ്രശ്നം, നിങ്ങളുടെ സ്കിന്നിന് എങ്ങനത്തെ ടൈപ്പിലുള്ളതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അവര് എന്ത് ചെയ്യണം എന്നുള്ളത് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ. അതാണ് റൈറ്റ് ആയിട്ടുള്ള രീതി. നിങ്ങൾ ചിലപ്പോൾ അതിന്റെ പേരിൽ നിങ്ങൾ വെളുപ്പാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളുക്കാനൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കറക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ സ്കിന്നിന്റെ നീഡ് എന്താ, യഥാർത്ഥത്തിൽ സ്കിൻ എന്താ ഡിസർവ് ചെയ്യുന്നത് എന്നുള്ള അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ഡോക്ടേഴ്സ് തരും. അത് ചെയ്യുക. അല്ലാതെ സോഷ്യൽ മീഡിയക്കകത്ത് ഓരോരുത്തർ ഇരുന്നിട്ട് ഓരോന്ന് പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ട് ഇത് കിട്ടിയാലോ, വെളുത്താലോ, അല്ലെങ്കിൽ ഗ്ലോ അടിച്ചാലോ, അല്ലെങ്കിൽ ഇത് അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. പിന്നെ കുറെ സൺസ്ക്രീനുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അതൊന്നും ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ ക്രീമുകളെല്ലാം തെറ്റാണ്, അതാണ് ഇതാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്, ആയിക്കോട്ടെ. പക്ഷെ ഇതെല്ലാം ഉണ്ടല്ലോ ക്രീമാ, കെമിക്കൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഇതൊക്കെ നിങ്ങൾ ആരുടെയെങ്കിലും എക്സ്പീരിയൻസ് കേട്ടിട്ട് നിങ്ങൾ ഈ ലിങ്ക് ത്രൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവര് ത്രൂ ആയിക്കോട്ടെ ഓരോന്നിരുന്ന് വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ എന്താന്ന് കൂടി ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഇതൊക്കെ വാങ്ങി തേക്കാൻ. നിങ്ങൾ ഇതൊക്കെ വെയിലത്ത് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചോ, സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിച്ചോ, പക്ഷെ നിങ്ങളൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേ. ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയുള്ള സൺസ്ക്രീൻ ആണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് നിങ്ങളുടെ സ്കിൻ കണ്ടീഷനനുസരിച്ച് അവർ തരും. അത് ഫോളോ ചെയ്യും. അല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ഇതെല്ലാം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ അതിൻ്റെ അകത്ത് ആരെങ്കിലും എന്തെങ്കിലും അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വേദവാക്യം. സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇവരെയൊക്കെ തലയേക്കേറ്റി പേഴ്സണലായിട്ട് എടുത്തിട്ടാണ് കൊണ്ട് നടക്കണത്. നിങ്ങൾക്ക് അവരുടെ കണ്ടന്റുകൾ ഇഷ്ടമാണെങ്കിൽ കണ്ടന്റുമായിട്ട് ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് പോകും. അവരൊരു സാധനം പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അത് അവര് ക്യാഷ് അവർക്ക് കിട്ടുന്നുണ്ട്, അവർക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട്, അവരത് അങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മാത്രം കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ അത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി കണ്ടന്റ് കാണുക.
അതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇവര് പ്രൊമോട്ട് ചെയ്യണ പ്രൊഡക്റ്റ് ഓക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ തന്നെ പോയിട്ട് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കാണിച്ചിട്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ എന്നുള്ളത് ചോദിക്കുക. നിങ്ങളുടെ സ്കിൻ കണ്ടീഷനനുസരിച്ചിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റൂല്ലേ എന്നുള്ളത് അവര് പറഞ്ഞു തരും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ബ്ലൈൻഡ് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരല്ലേ, ബോധവും ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരല്ലേ, ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലായിക്കോളില്ലേ. ബാക്കി എല്ലാവരും അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോഴേക്കും അതെടുത്തിട്ട് അങ്ങോട്ട് പറ്റാൻ നിൽക്കല്ലേ. അത്രേ പറയാനുള്ളൂ എനിക്ക്. അല്ലാതെ ഞാനിപ്പോ ഇവിടെ ആരെയും ഇന്ന് ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഇവരൊക്കെ നശിച്ചു പോകണമെന്നൊന്നല്ല ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഇതൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കുന്ന സമയത്ത് ഇത് പ്രൊമോട്ട് ചെയ്യണവരോടല്ല, എനിക്കിത് വാങ്ങാൻ നിൽക്കുന്ന ആളുകളുടെ അടുത്താണ് ഒന്ന് ചിന്തിച്ചൂടെ എന്ന് ചോദിക്കാനുള്ളത്. സീരിയസ്ലി ഇതിപ്പോ ഒരുപാട് ആൾക്കാർ പലതരത്തിലുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള കേട വരിക എന്നുള്ളത് അറിയോ നിങ്ങൾക്കതാ? ഞാൻ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പറയുന്നതാണ്. ഏറ്റവും മുഖത്തൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഒരു കുരു വന്നിട്ടുണ്ട് പണ്ട് ഓരോന്ന് പുരട്ടിയിട്ട്, വലിയൊരു കുരു. അത് പൊട്ടിയിട്ട് ഇവിടെ ഒരു പാട് വന്ന് ചലമൊക്കെ വന്ന് ഞാൻ ഒരാഴ്ചയോളം ഞാൻ ഇത് പുറത്ത് കാണിക്കാൻ വയ്യാന്ന് പറഞ്ഞ് ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. എന്റെ സ്കിന്നെ എഫക്ട് ചെയ്ത കാര്യം ഞാൻ പറയണേ. ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ ബാക്കിയുള്ളവർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് സൈഡ് എഫക്റ്റ് ഒന്നും വന്നിട്ടില്ല. മനസ്സിലായ? അവരുടെ സ്കിൻ ടൈപ്പ് അല്ല എന്റെ. അപ്പൊ ഞാനോട് ഉദാഹരണം പറഞ്ഞതാണ്. എല്ലാവർക്കും പറ്റണത് നമുക്ക് പറ്റിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് പറ്റണത് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഇത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ വീട്ടുകാരോടാണ്. നിങ്ങളുടെ വീട്ടില് ഉള്ള പിള്ളേര് തൊട്ട് പിള്ളേരായി വരും, കുഞ്ഞു പിള്ളേരാകുമ്പോഴേ അവരെങ്ങനെയാണോ അവരെ അങ്ങനെ തന്നെ പ്രോത്സാഹിപ്പിക്കാനും കോൺഫിഡൻസ് കൊടുക്കാനും ശ്രമിക്കുക. അല്ലാതെ അവരുടെ നിറത്തിന് അടിസ്ഥാനത്തിൽ അവരെ ഇൻസെക്യൂർഡ് ആക്കുന്ന രീതിയിൽ തമാശ രൂപത്തിൽ പോലും ഒന്നും പറയാൻ നിൽക്കരുത്. കാരണം അങ്ങനെ പറയുന്ന സമയത്ത് ഇവർക്കതൊരു ഇൻസെക്യൂരിറ്റി ആയി മാറും. അത് വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് ആ ഇൻസെക്യൂരിറ്റി കൂടും. ആ ഇൻസെക്യൂരിറ്റി സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും ജോലിക്ക് പോകുന്ന സമയത്തും ഒക്കെ ഇത് കടന്നിങ്ങനെ ബാധിക്കാൻ തുടങ്ങും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിലൊന്നും എന്നെ ആരും ഈ നിറത്തിന്റെ പേരിലോ അതിന്റെ പേരിലോ ഒന്നും എന്നെ ഇൻസെക്യൂർഡ് ആക്കിയിട്ടൊന്നുമില്ല. എനിക്ക് ഈ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ക്രീം വാരി പൊത്തിക്കൊണ്ടിരുന്നത് അത് അന്നത്തെ കാലത്ത്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു തോട്ടായിരുന്നു. അപ്പൊ ഇത് വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ മണപ്പിച്ചൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പെർഫ്യൂമൊക്കെ അടിച്ച് നടക്കുക, ഈ മുഖത്തൊക്കെ ക്രീമൊക്കെ തേച്ചൊരു സാധനം ഉണ്ടാക്കുക, ജെല്ലൊക്കെ ഇട്ട് ആ ഒരു സാധനം, മനസ്സിലായ? ഇങ്ങനെ ഷൈൻ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനൊക്കെ ഈ പരിപാടി കാണിച്ചുകൊണ്ട് നടന്നത്. അപ്പൊ എന്നിട്ട് തന്നെ എനിക്ക് ആ റിയാക്ഷൻ കിട്ടിയപ്പോ എനിക്ക് സംഗതി പിടുത്തം കിട്ടി. വീട് സ്വാമിയെ പറഞ്ഞ് ഞാൻ വിട്ടു. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. പലരും ഇത് വളരെ എന്താണ് ഒബ്സസ്ഡ് ആണ്. വെളുക്കണം, തിളങ്ങണം, അതാണ് ഭംഗി, അതാണ് യഥാർത്ഥത്തിൽ. അങ്ങനത്തെ കുറെ തെറ്റിദ്ധാരണകൾ പലർക്കും ഉണ്ട്. അതിന്റെ പേരിൽ ഇതൊക്കെ വാങ്ങിയിട്ട് പെരട്ടണ സമയത്ത് ഇതിനൊന്നും റിസൾട്ട് വിചാരിക്കുന്ന രീതിയിൽ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം സങ്കടത്തിലേക്ക് പോവും. പിന്നെ ഫിസിക്കലി ആൾക്കാർക്ക് ഇതൊക്കെ ഓരോ പലതരത്തിലുള്ളത് ഉപയോഗിച്ച് ശരീരം കേടാവും, മുഖം കേടാവും, അതിനുശേഷം ഡിപ്രഷനിലേക്ക് പോവും. ഇതിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടെന്നേ. ഇന്നാണ് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു കൊല്ലം മുമ്പ്, 1.5 കൊല്ലം മുമ്പോ മറ്റേ ഏതൊരു പെൺകുട്ടി മെലിയാൻ വേണ്ടിയിട്ട് ഏതോ ഡയറ്റ് സോഷ്യൽ മീഡിയയിൽ കണ്ട് ഫോളോ ചെയ്തതാണ്. അവരങ്ങനെ ഫോളോ ചെയ്ത് മരണപ്പെട്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങളെല്ലാം അങ്ങ് ബ്ലൈൻഡ്ലി നിങ്ങൾ എടുക്കല്ലേ. ഞാൻ പറയുന്നത് ഇപ്പൊ ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്ത് വിട്ടിട്ട് എന്താണ് അതെല്ലാം അങ്ങനെ ഇങ്ങനെ ഒന്നല്ല ഞാൻ പറയുന്നത്. അവര് പ്രൊമോട്ട് ചെയ്യുന്ന സാധനം നിങ്ങളത് പ്രൊമോഷനാണെന്ന് മനസ്സിലാക്കുക. ആ സാധനം നിങ്ങളുടെ സ്കിന്നിലേക്ക് ചേരുന്നതാണോ എന്നുള്ളതൊന്ന് ചിന്തിക്കുക, മനസ്സിലാക്കുക. നിങ്ങളൊന്ന് നിങ്ങളുടെ സ്കിന്നിനെ മനസ്സിലാക്കാനുള്ള ശ്രമമെങ്കിലും നടത്തുക. ഡോക്ടേഴ്സിനെ കാണുക, കൺസൾട്ട് ചെയ്യുക. അത്രേ പറയാനുള്ളൂ. പിന്നെ എനിക്കിതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രൊമോട്ട് ചെയ്തോ, ഏത് ക്രീം വേണമെങ്കിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്തോ. പക്ഷെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. നിങ്ങൾക്ക് ഈ സാധനം തേച്ചിട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വന്നു കഴിഞ്ഞാൽ
സൈഡ് എഫക്ട്സ് വരാൻ സാധ്യതയുണ്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥ ക്ലിനിക്കിൽ തന്നെ പോകണം, കാണിക്കണം, ഡോക്ടറെ തന്നെ കാണിക്കണം എന്നും കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു കരുണയെങ്കിലും പ്രേക്ഷകരോട് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇപ്പൊ ഈ പറഞ്ഞ കല്യാണി എന്ന് പറയുന്ന ആളുടെ കാര്യം പറയുകയാണെങ്കിൽ, ആളുടെ മുഖത്തെന്തോ പാട് വന്ന സമയത്ത് ആള് പ്രൊഫഷണൽ ഹെൽപ്പാണ് തേടിയത്. അത് എങ്ങനെയാണ് ആ പാട് വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതൊന്നും ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്യണ ആളൊന്നുമില്ല. പാടെന്തോ വന്ന് അവര് എന്തോ കാണിക്കാൻ പോയി. അപ്പോ അവര് ചെയ്യുന്നുണ്ട് അത് കൃത്യമായിട്ട്. ഓക്കെ, അപ്പൊ ഇത് ഓരോ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് പബ്ലിക്കിലേക്ക് വിടുന്ന സമയത്ത് ഈ പാവം പിടിച്ച ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. അതായത് വല്ല പണി കിട്ടാനും സാധ്യതയുണ്ട്. ഓരോന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് പണി കിട്ടിക്കഴിഞ്ഞാൽ വല്ല ക്ലിനിക്കിൽ പോകണം എന്നുള്ളതിനെ കുറിച്ച് പോലും പലരും ചിന്തിക്കൂല. അപ്പോ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാര് അതും കൂടി ഒന്ന് പബ്ലിക്കിലേക്ക് പറഞ്ഞു കൊടുക്കുക. പല സൈഡ് എഫക്ട്സ് ഒക്കെ ഇങ്ങനെ പറയണം, മര്യാദ. ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കി, എനിക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് വരുമോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്റെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഞാൻ ഇത് ഉപയോഗിച്ച സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്നുള്ളത് നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ വല്ല ഫിസിഷ്യനെയൊക്കെ കാണിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഇത് സ്യൂട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിലൊരു ന്യായമുണ്ട്. അല്ലാതെ എന്താണ്, ഇപ്പൊ ഞാനിപ്പോ നാളെ ജിങ്കാമണി എന്ന് പറഞ്ഞൊരു ക്രീം ഉപയോഗിച്ചു, എന്നിട്ട് ഞാൻ ഇവിടെ വെളുത്തിട്ട് പാറി, എന്നിട്ട് അടുത്ത ദിവസം വന്നിട്ട് ഞാൻ ജിങ്കാമണി തേച്ചു, ഇതാ ഞാൻ വെളുത്തിട്ട് പാറി, നിങ്ങളും പാറ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് പാറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് ബാക്കിയുള്ളവർ ഇത് പാറിക്കാൻ വേണ്ടി നോക്കിയിട്ട് പറയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ഞാൻ റെസ്പോൺസിബിൾ ആണ്. കാരണം ഞാൻ പ്രൊമോട്ട് ചെയ്ത് എന്നെ വിശ്വസിച്ചിട്ടായിരിക്കും ആൾക്കാർ ഓരോന്ന് വാങ്ങി പറ്റാൻ വേണ്ടി പോണത്. അല്ലേ അല്ലേ അപ്പോ നമ്മളൊരു സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ പ്രൊമോട്ട് ചെയ്യുന്ന ആളും റെസ്പോൺസിബിൾ ആവും. അത്ര പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഞാൻ വീണ്ടും പറയണു, കല്യാണി എന്ന് പറയുന്ന വ്യക്തിയുടെ സംഗതി ഞാനിപ്പോൾ എടുത്ത് പറയാൻ കാരണം, കറന്റ്ലി അവർക്ക് തന്നെ ഒരു പണിയായിട്ടിപ്പോ കുറച്ച് എയറിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷെ അതിൽ മാത്രമല്ല ഇവിടെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്, വേറെ പലതും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മുൻപ് അത് നമ്മൾ പലരെയും എടുത്ത് പറഞ്ഞ് സംസാരിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇത് ഇന്നത്തെ കാലത്ത് റിപ്പീറ്റ് അടിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോ ഇപ്പോഴും പലരും ഇവരുടെ നിന്നൊക്കെ വാങ്ങി ഉപയോഗിക്കേണ്ടെന്നുള്ളതല്ലേ റിയാലിറ്റി. ദാറ്റ്സ് ഇറ്റ്.